നല്ല സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. കുറച്ച് വാല്യൂ ഉള്ള സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഒരുപാട് സ്ക്രിപ്റ്റൊക്കെ പുതിയ ആൾക്കാരുടെ അടുത്ത്, ചെറുപ്പക്കാരായ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ വായിച്ച് വന്നപ്പോൾ കഴിഞ്ഞ 2024 തടവെന്ന സിനിമയിലൂടെ പ്രസിദ്ധനായ ഫാസിൽ റസാഖ് എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ കണ്ടു. ആ സ്ക്രിപ്റ്റ് സംസാരിക്കുന്ന വിഷയം പ്രണയബന്ധങ്ങളിലെ ടോക്സിക് അനുഭവങ്ങളാണ്. ടോക്സിക്കായിട്ട് കാമുകിയോ കാമുകനോ ആരെങ്കിലും ഒരാൾ ടോക്സിക് ആയാൽ മറ്റേയാൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളാണ് അതിന്റെ സബ്ജക്റ്റ്. അപ്പോൾ അതെനിക്ക് വളരെ ആനുകാലികത തോന്നി. കാരണം മിക്കവാറും മാധ്യമങ്ങളിൽ നമുക്ക് കാണുന്ന അനുഭവത്തിൽ ഇഷ്ടംപോലത്തെ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണാം. ആസിഡ് ഒഴിക്കുക, ബ്രേക്കപ്പ് ആയാൽ ആസിഡ് ഒഴിക്കുക, എനിക്കില്ലെങ്കിൽ ആർക്കും വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക. മിക്കവാറും പെൺകുട്ടികളാണ് ഇരയാവുന്നത് മിക്കവാറും കാര്യങ്ങളിൽ. അപ്പൊ ഈ ഒരു വിഷയം വളരെ ആനുകാലികത ഉള്ളതും ഇമ്പോർട്ടൻ്റ് ആയതും ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ഒരു ധാരണയിലാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് അവർ, അതായത് ഇതിന്റെ ഡയറക്ടർ ഫാസിൽ റസാഖും ഇതില് മുഖ്യ വേഷം ചെയ്ത നായിക അമൃത കൃഷ്ണകുമാർ, ഇവർ രണ്ടുപേരും തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇതിന് ഷൂട്ട് തുടങ്ങി. എറണാകുളത്തിനടുത്ത് നോർത്ത് പറവൂർ, അവിടെയാണ് ഷൂട്ട് നടന്നത്, മാഞ്ഞാലി ആ ഭാഗത്ത്. അപ്പം ഇതിനകത്ത് താരമൂല്യങ്ങൾ അങ്ങനെ കാര്യമായിട്ടില്ല. പുതിയ തലമുറയിലെ അഭിനേതാക്കളും അതുപോലെ തന്നെ കുറച്ച് പഴയ ആൾക്കാർ, ജിയോ ബേബി, വിനീത്, നമ്മുടെ ബീന ആർ ചന്ദ്രൻ തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നടി, ഇവരൊക്കെ ഈ സിനിമയിൽ സഹകരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ സഹകരണത്തോടെ സിനിമ ഏകദേശം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഷൂട്ട് തുടങ്ങിയത്. സെപ്റ്റംബർ എൻഡോടുകൂടി ഷൂട്ടിംഗ് കഴിഞ്ഞു. ഒരു നല്ല റിഹേഴ്സലൊക്കെ ചെയ്ത് ഷൂട്ടിങ് തുടങ്ങിയതുകൊണ്ട് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഷൂട്ട് തീർക്കാൻ പറ്റി. ഈ ടീം വളരെ, അതായത് മൊത്തത്തിലെ ക്രൂ മെമ്പേഴ്സും ടെക്നിക്കൽ ടീംസും എല്ലാം ക്ലാസ്മേറ്റ്സും മുന്നേ അറിയുന്നവരൊക്കെ ആയതുകൊണ്ട് റിഹേഴ്സലിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഷൂട്ട് പെട്ടെന്ന് തീർക്കാനും റിഹേഴ്സൽ നന്നായിട്ട് നടത്താനൊക്കെ പറ്റാനുള്ള കാരണം അതാണ്. അപ്പം ഈ സിനിമയുടെ സംവിധായകൻ ഫാസിൽ റസാഖ് എന്ന് പറയുന്ന സുഹൃത്ത് നന്നായിട്ട് ട്രെയിൻ ചെയ്തു ആക്ടേഴ്സിന്. അതുകൊണ്ട് പെർഫോമൻസ് വൈസ് പടം വളരെ നന്നായിരുന്നു. എല്ലാവരും അവരവരുടെ റോള് വളരെ നന്നായിട്ട് അഭിനയിച്ചും തോന്നി. അപ്പം IFFK, അതായത് 2025 ഡിസംബറിൽ നടക്കുന്ന IFFKയിൽ അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റാണ് കൊടുത്തത്. സിനിമ നന്നായി പ്രദർശിക്കപ്പെട്ടു തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഡിസംബറിൽ. നല്ല മീഡിയ സപ്പോർട്ടും അതുപോലെ തന്നെ നിരൂപക പ്രശംസയൊക്കെ നേടി. അവിടെ മലയാള സിനിമ കാറ്റഗറിയിലാണ് സിനിമ മത്സരിച്ചത്. അപ്പൊ മികച്ച സിനിമയായി ഞങ്ങളുടെ സിനിമ 2025 മികച്ച മലയാള സിനിമക്കുള്ള അവാർഡ് മോഹം എന്ന് പറയുന്ന ഞങ്ങളെ സിനിമക്ക് കിട്ടി. അതിനുശേഷം ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ഫെബ്രുവരിയിൽ ബാംഗ്ലൂർ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു. അതും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക, ഒരു ഫെസ്റ്റിവലിലേക്ക് നിരവധി പടങ്ങൾ അവർക്ക് വരും. അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ഒരു സമയം വേണം. അപ്പോൾ നമ്മൾ ജനുവരി കൊടുത്തു. ഫെബ്രുവരി തന്നെ അതിന്റെ ഫെസ്റ്റിവലിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തു. ഇന്ത്യൻ സിനിമ കാറ്റഗറി എന്ന വിഭാഗത്തിലേക്കാണ് നമ്മൾ മത്സരത്തിന് വന്നത്. അവിടെ രണ്ടാമത്തെ മികച്ച ചിത്രം, ഇന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ മികച്ച ചിത്രം. ഒന്നാമത് വന്നത് സബർ ബോണ്ട എന്ന് പറഞ്ഞ ഒരു മറാഠി സിനിമയാണ്. രണ്ടാമത് ഞങ്ങളെ പടമാണ്. അതായത് മികച്ച രണ്ടാമത്തെ ഇന്ത്യൻ സിനിമ എന്ന അവാർഡ് കിട്ടി. ഇതൊക്കെ ക്യാഷ് അവാർഡ് അടക്കമുള്ള പ്രൈസുകളാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ തന്നെ ഞങ്ങൾ ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷന് വേണ്ടി ആദ്യമായിട്ട് അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത് മോസ്കോയിലാണ്, റഷ്യയിൽ. മോസ്കോ ഫെസ്റ്റിവൽ ലോകത്തെ ആദ്യത്തെ 10 ഫെസ്റ്റിവലിൽ പെടുന്ന ഒരു ഫെസ്റ്റിവലാണ്. വളരെ പുരാതനവും വളരെ ഫേമസ് ആയ ഫെസ്റ്റിവലാണ്. ഞങ്ങൾ കൊടുത്തു. ഞങ്ങളുടെ സിനിമ അവിടെ ഫസ്റ്റ് റൗണ്ടിൽ സെലക്ട് ആയി. ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ 13 പടങ്ങളാണ് അവരെടുക്കുക. ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ ബാക്കി പടങ്ങളൊക്കെ പ്രദർശിപ്പിക്കാൻ ലോക സിനിമ എന്ന കാറ്റഗറിയും റഷ്യൻ സിനിമ കാറ്റഗറി, ഏഷ്യൻ സിനിമ, അങ്ങനെ പല കാറ്റഗറിയിലുണ്ട്. പക്ഷേ ഇന്റർനാഷണൽ കോമ്പറ്റീഷനിലേക്ക് 13 സിനിമകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങളുടെ സിനിമ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക സിനിമ ഞങ്ങളതായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഒരു പടം സെലക്ട് ആയിട്ടുള്ളൂ ഈ വർഷം. ആ പടം ഞങ്ങളതായിരുന്നു. ഒരു ചെറിയൊരു പ്രതീക്ഷയോടുകൂടി ഞാനും അതിൻ്റെ ഡയറക്ടർ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള മലയാളി സമൂഹമൊക്കെ വലിയ ആവേശത്തിലായിരുന്നു. 300-ഓളം ഉള്ള മലയാളി സമൂഹവും ഇന്ത്യൻ എംബസിയൊക്കെ ഒരുപാട് സഹായത്തിന് വന്നു. അപ്പം അവരൊക്കെ വന്ന് പ്രദർശനം കണ്ടപ്പോൾ അവർ നല്ല അഭിപ്രായം പറഞ്ഞു. റഷ്യൻ ഓഡിയൻസിൽ വല്ലാണ്ട് അങ്ങ് കണക്റ്റായി. അപ്പൊ അവരെ പ്രതികരണം കണ്ടപ്പോൾ നമുക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഒരു അവാർഡ്, ഏതെങ്കിലും ഒരു അവാർഡ് കിട്ടും, ഒന്ന് വെളിച്ചത്ത് വരാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തു നിന്നു. അവസാനം ഈ കഴിഞ്ഞ ആഴ്ച
23 ഇതിന്റെ ഫൈനൽ ഡിക്ലറേഷനിൽ ഏറ്റവും മികച്ച സിനിമയായി ഞങ്ങൾ സിനിമ തിരഞ്ഞെടുത്തു. അപ്പം അത് ഒരു ഗോൾഡൻ സെന്റ് ജോർജ് എന്ന് പറയുന്ന ഒരു അവാർഡാണ് ഇത് നൽകുക മികച്ച സിനിമയ്ക്ക്. ആ അവാർഡ് ആദ്യമായി മലയാളത്തിൽ വന്നു. ഇതുവരെ ചരിത്രത്തിൽ 48ാമത്തെ വർഷത്തെ മോസ്കോ ഫെസ്റ്റിവലിൽ ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമയ്ക്ക് മോസ്കോ ഇന്റർനാഷണൽ ഫെസ്റ്റിവലില് ഈ ഗോൾഡൻ അവാർഡ് കിട്ടുന്നത്. അതായത് മികച്ച ചിത്രത്തിലുള്ള ഗോൾഡൻ അവാർഡ് ഞങ്ങൾക്ക് അറിയാൻ കിട്ടി. അതുകൂടാതെ മികച്ച നടിക്കുള്ള അവാർഡ് ഈ ഞങ്ങളുടെ സിനിമയുടെ അമൃത കൃഷ്ണകുമാർ എന്ന പ്രധാന വേഷം ചെയ്ത നടിക്കും കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ഇരട്ട അവാർഡുകൾ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്നു. അപ്പോഴാണ് അറിയുന്നത് ഇന്ത്യയിൽ തന്നെ ഈ അവാർഡ് 2 കിട്ടിയുള്ളൂ. ഞങ്ങളുടെ ചിത്രത്തിനും മുന്നേ ഒരു മേഘാലയ ചിത്രത്തിനുമാണ് ഇത് കിട്ടിയിട്ടുള്ളൂ. പ്രദീപ് കൗർ എന്ന് പറയുന്ന ഒരു ആൾക്ക് ഇതിനു മുന്നേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ ഇന്ത്യനും 1ാമത്തെ മലയാളിയുമാണ് ഞാൻ ഈ അവാർഡ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ അവാർഡ് ഗോൾഡൻ സെന്റ് ജോർജ് അവാർഡ് പ്രൊഡ്യൂസർക്ക് കൊടുക്കുന്ന അവാർഡാണ്. മികച്ച സംവിധായകരുടെ അവാർഡ് വേറൊരു രാഷ്ട്രത്തിലുള്ള ഒരാൾക്ക് കിട്ടി. അതുപോലെ തന്നെ മികച്ച നടനുള്ള അവാർഡ്, അങ്ങനെ 5 അവാർഡുകളിൽ ഒരു സ്പെഷ്യൽ ജൂറി, അങ്ങനെ 5 അവാർഡിൽ മേജർ 2 അവാർഡുകൾ ഞങ്ങൾക്കാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങളെ പോലത്തെ ചെറിയ സിനിമക്കാർക്ക്, ചെറിയ ബഡ്ജറ്റിൽ ഇരിക്കുന്ന ചെറിയ പോപ്പുലർ അല്ലാത്ത ആൾക്കാർക്ക് മീഡിയ സപ്പോർട്ട് ഇല്ലാതെ ജനങ്ങളിലേക്ക് റീച്ച് ആവാൻ യാതൊരു വഴിയുമില്ല. ഞാൻ വന്നപ്പോൾ ആദ്യം തന്നെ ഈ വാർത്തകൾ ഞാൻ ഇംഗ്ലീഷ് പത്രത്തിലൊക്കെ റഷ്യൻ പത്രത്തിന്റെ കട്ടിങ്സ് ഒക്കെ ഉണ്ട് എടുത്ത് അവിടത്തൊക്കെ വന്നു. പക്ഷെ വേണ്ടുന്നത്ര ഒരു പോപ്പുലാരിറ്റി ഇവിടെ കിട്ടിയോ എന്ന് എനിക്ക് സംശയം. ചിലപ്പോൾ നിങ്ങളിൽ തന്നെ പലർക്കും തോന്നി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ, കാരണം ഇത് പത്രത്തിലൊന്നും അത്ര കാര്യമായിട്ട് കണ്ടില്ല. കാരണം മിക്കവാറും അതിന്റെ ഒരു PR പ്രോബ്ലം ആയിരിക്കും.